അവസരം ആരെയും കാത്തു നിൽക്കുകയില്ല. സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം 1 മുതൽ 24 വരെ. ധ്യാനത്തിനായിട്ട് 9-ാം വാക്യം. വേലയിൽ മടിയനായവൻ മുടിയൻ്റെ സഹോദരൻ. ഒരിക്കൽ ഒരു വൃദ്ധൻ രോഗശയ്യാവലംബിയായി കിടക്കുകയായിരുന്നു. സ്വാത്വികനും സദാചാരനിഷ്ഠനുമായ ആ വൃദ്ധൻ പാവങ്ങളിൽ പാവമായിരുന്നു. ചായക്കട നടത്തി വന്നിരുന്ന ഒരു സാധാരണക്കാരൻ. മക്കളെയൊക്കെ കഴിവിനനുസരിച്ച് പഠിപ്പിച്ചു. അവർ സ്വന്തം കാലിൽ നിൽക്കാറായി. ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഞെരുക്കം ഒട്ടൊക്കെ കുറഞ്ഞു. നല്ല മുണ്ടും ഷർട്ടും മക്കൾ വാങ്ങിക്കൊടുത്തെങ്കിലും പഴയ ഒറ്റമുണ്ടും തോർത്തും ധരിക്കാനാണ് വിനീതനായ ആ വൃദ്ധൻ ഇഷ്ടപ്പെടുന്നത്. ലോകത്തോട് വിടവാങ്ങുവാനുള്ള സമയം അടുത്തിരിക്കുന്നുവെന്ന് അയാൾക്ക് തോന്നി. വികാരിയച്ഛനെ വിളിച്ച് പ്രാർത്ഥന നടത്തണമെന്ന് ആഗ്രഹിച്ചു. ഒരു ദിവസം വികാരിയച്ഛൻ അതിലെ കടന്നു പോകുന്നത് അയാൾ കണ്ടു. തനിക്ക് വേണ്ടി 1 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് പോകുവാൻ വൃദ്ധൻ ആരെയോ പറഞ്ഞയച്ചു. എന്നാൽ മീറ്റിങ്ങിൽ സംബന്ധിക്കുവാൻ തിടുക്കത്തിൽ പോവുകയാണെന്നും നാളെ അതിരാവിലെ വന്ന് പ്രാർത്ഥന നടത്താമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. പക്ഷേ ഒരു നിമിഷ നേരത്തെ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും വേണ്ടി ദാഹിച്ച വൃദ്ധൻ്റെ ആത്മാവ് വികാരിയച്ഛൻ്റെ വരവിനെ കാത്തു നിൽക്കാതെ പറന്ന് പോവുകയാണ് ഉണ്ടായത്. ഇന്ന് ഈ നിമിഷം തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെച്ചുകൂടെന്നുള്ള നിത്യ യാഥാർത്ഥ്യത്തിലേക്ക് ഈ സംഭവകഥ വിരൽ ചൂണ്ടുന്നു. അവസരം ആരെയും കാത്തു നിൽക്കുന്നില്ല. അവസരവും കടൽത്തിരയും ആരെയും കാത്തു നിൽക്കുന്നില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ. പലരും ഈ യാഥാർത്ഥ്യത്തെപ്പറ്റി അതർഹിക്കുന്ന ഗൗരവത്തോടെ ചിന്തിക്കാറില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാനാണ് അവിടുന്ന് മനുഷ്യന് അവസരങ്ങൾ നൽകുന്നത്. ഒരുവന് ലഭിക്കുന്ന അവസരങ്ങളുടെ ആകെത്തുകയ്ക്ക് മനുഷ്യായുസ് എന്ന് പറയുന്നു. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നാം എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നുണ്ട്? ദൈവം നമ്മെ ഏൽപ്പിച്ച നിധിയാണ് അവസരങ്ങൾ. പക്ഷേ അതിൻ്റെ മൂല്യത്തെപ്പറ്റി അത്ര കാര്യമായി നാം ഗണിക്കാറില്ല. വിനോദം മനുഷ്യൻ്റെ സൃഷ്ടിപരമായ കർമ്മശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉപാധിയാണെങ്കിലും സമയം പാഴാക്കുന്ന പദ്ധതിയാണ് അത്. കൂടുതൽ മെച്ചമായി ഉപയോഗിക്കാമായിരുന്ന ഏതൊരവസരവും പാഴായിപ്പോയതായി വേണം കണക്കാക്കാൻ എന്ന് റൂസോ പറയുന്നു. ഈ അളവുകൾ കൊണ്ട് അളന്നാൽ നാം പ്രയോജനപ്പെടുത്തി എന്ന് അവകാശപ്പെടുന്ന പല അവസരങ്ങളും പാഴായിപ്പോയതായി കണക്കാക്കേണ്ടി വരും. നമ്മുടെ മുമ്പിലെത്തുന്ന അവസരങ്ങളോട് നാളെ ആകട്ടെ എന്ന് പലപ്പോഴും നാം അവധി പറയാറില്ലേ? നാളെ വരെ ആ അവസരം നമ്മെ കാത്തു നിൽക്കുമെന്ന് എന്താണ് ഉറപ്പ്? നാളെ ആകട്ടെ എന്ന് അവധി പറയുന്നവരെ മറികടന്ന് അവസരങ്ങൾ അപ്രത്യക്ഷമാകുന്നു. ഓർക്കണമേ, ചെയ്യാവുന്നതിൽ നല്ലത് ഇന്ന് ചെയ്യുക. നാളെ അതിനേക്കാൾ മെച്ചമായത് ചെയ്യാം. 85-ാം സങ്കീർത്തനം 11-ാം വാക്യം. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എലിയ ദാസ്.